അശ്വതി, നമുക്ക് ജന്മഭൂമിയിൽ നിന്ന് തുടങ്ങാം. KPയുടെ വീക്ഷണം നോക്കാം. ജന്മഭൂമിയുടെ വീക്ഷണം നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അവർ മെയിൻ ഹെഡിങ്ങായി കൊടുത്തിരിക്കുന്നത് രാപ്പകൽ മദ്യവിൽപ്പന ലക്ഷ്യം കോടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നാണ്. അതായത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ രാപ്പകലില്ലാതെ മദ്യവിൽപ്പനയ്ക്ക് ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചത് കോടികളുടെ പണപ്പിരിവ് ലക്ഷ്യമിട്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇപ്പോൾ ഈ മദ്യശാലകളുടെ പ്രവർത്തനത്തിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 11 അല്ലേ അശ്വതി, രാവിലെ 11 മണിക്കാണ് തുറക്കുകയാണ് തോന്നുന്നു അല്ലേ ബാറുകൾ? എനിക്കറിയില്ല, എനിക്കും അറിയില്ല, പക്ഷേ പത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ആശ്വാസമായിട്ട് ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നത് രാത്രി 12 മണി വരെ ബാറുകൾ തുറക്കും. അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. KP, നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള 2 മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ നമ്മൾ ഇത്തരം പത്രത്തിൽ വരുന്ന ഇത്തരം വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ് ഇപ്പോൾ എത്ര സമയമാണെന്ന്. എനിക്കും അറിയില്ല. ഏതായാലും പത്രങ്ങൾ വായിച്ചാലും മാധ്യമ വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ 11 to 11 ആണ്, 10 to 12 എന്ന രീതിയിലേക്ക്. അടുത്ത വാർത്ത കൃഷ്ണരാജ് പറഞ്ഞു വെച്ച വാർത്ത തന്നെയാണ്. കാശ്മീർ താഴ്വരയിൽ കളിയൊച്ച രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീർ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ. വെടിയൊച്ചയും നിലവിളിയും മനസ്സമാധാനവും കെടുത്തിയ കാലത്തിനും കായികത്തിന്റെ ഹൃദയം തൊടുന്ന ആഘോഷവുമായി ജമ്മു കാശ്മീർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തന്ത്രി രാജീവർക്ക് ജാമ്യം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കേസിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇതിൻ്റെ അനുബന്ധ ഒരു വാർത്ത തന്നെയുണ്ട്. SITക്ക് തിരിച്ചടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് 41 ദിവസത്തിന് ശേഷം ജയിൽ മോചിതനായത് ഫലത്തിൽ SITക്ക് തിരിച്ചടിയാണ് എന്ന വാർത്തയുമുണ്ട്. അശ്വതി, ശരി, ജന്മഭൂമി കഴിഞ്ഞോ? ഇനി വേറെ വാർത്തകൾ നോക്കൂ. ജന്മഭൂമിയിൽ ഒരുപാട് വാർത്തകളുണ്ട്, എന്നാലും നമ്മൾ ശ്രദ്ധേയമായ ചില വാർത്തകളാണ് നോക്കിയത്. അതെ, ശരി. അപ്പോൾ ഇനി ഞാൻ മനോരമയിലേക്ക് പോകണോ? മനോരമയിലേക്ക് പോയി. ശരി. മലയാള മനോരമ അതിൻ്റെ ആ ഒരു ബാൻഡ് തന്നെ ഒരു നീല നിറത്തിലാണ് കേട്ടോ. എന്താണെന്നറിയാവോ? എനിക്ക് തോന്നുന്നു AI ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും, ഗൂഗിൾ. അതിൽ ഫസ്റ്റ് വാർത്ത തന്നെ, പെട്ടിക്കട എത്ര ഭേദം, ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അത് ഈ രൂക്ഷ വിമർശനം ഇന്നൊന്നല്ല, ഒരുപാട് നാളായി തുടങ്ങിയിട്ട്. അതായത് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഒരു പെട്ടിക്കട നടത്തുന്നയാൾ പോലും ഇതിനേക്കാൾ മിച്ചമായ രീതിയിൽ കണക്കുകൾ സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആടി ശിഷ്ടം നെയ് സൂക്ഷിച്ചപ്പോഴേ KP 200 പേജുള്ള ബുക്കിലെങ്ങാണ്ടാണ് കണക്കെഴുതി ഹൈക്കോടതി കൊണ്ട് കൊടുത്തത്. പിന്നെ ഹൈക്കോടതി എങ്ങനെ പറയാതിരിക്കും? അപ്പം എന്തായാലും വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. 30 കൗണ്ടർ സ്റ്റാഫും 3 സ്പെഷ്യൽ ഓഫീസർമാരുമാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ. അതായത് നെയ് വിൽപ്പനയിൽ കഴിഞ്ഞ വർഷം നവംബർ 16 മുതൽ ഡിസംബർ 31 വരെ 21,39,190 രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതായി വിജിലൻസ് അറിയിച്ചു. അപ്പോൾ ആ ക്രമക്കേട് പോയത് മനസ്സിലായില്ലേ? 200 പേജുള്ള ബുക്കിലാണ്, പക്ഷേ അതിൻ്റെ കണക്കുകളൊക്കെ സൂക്ഷിച്ചത്. എന്തായാലും വല്ലാത്തൊരു വിരോധാഭാസം തന്നെ. പെട്ടിക്കടയിൽ മുറുക്കാൻ വെക്കുന്ന കടകളിൽ പോലും ഇതിനെക്കാട്ടിയും നല്ല രീതിയിൽ രജിസ്റ്ററിൽ അവർ കണക്കെടുത്ത് സൂക്ഷിക്കും. ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണമെന്നാണ് KP എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതേസമയം തന്നെ ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് അവരുടെ കാര്യം നോക്കിയാലാണല്ലോ വലുത്. അത് ശരി, 200 പേജ് ആയിക്കോട്ടെ, 100 പേജ് ആയിക്കോട്ടെ. ഇനി എയ്ഡഡ് സ്കൂൾ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് 20,000-ലേറെ തസ്തികകൾക്ക് അംഗീകാരം. വൈകി ഉദിച്ച തീരുമാനമെന്ന് കണക്കാക്കാം. അവർ കൊടുത്തിരിക്കുന്ന ഹെഡും അങ്ങനെ തന്നെ, വൈകി ഉദിച്ചു തീരുമാനം. ഒരുപക്ഷെ വൈകിയെടുത്ത തീരുമാനമാണെങ്കിലും ഒരുപാട് പേർക്ക് ഇതൊരു സഹായമാകും. കാരണം 20,000-ലേറെ തസ്തികകൾക്കാണ് അംഗീകാരം നൽകുക. ഈ കേരളത്തിന് വേണ്ടി വാദിക്കുന്ന മുതിർന്ന അഭിഭാഷകരും അനുകൂല നിയമോപദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി V ശിവൻകുട്ടിക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയത്. ഈ സർക്കാർ നിലപാടിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച 442 അധ്യാപകരുടെ അംഗീകാരം കോടതിയുടെ അന്തിമ തീരുമാനത്തിന് ശേഷം മാത്രമേ പരിഗണിക്കൂ. അപ്പോൾ അവരിപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് KP. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോവാം. കേട്ടറ്റിൽ ആശ്വാസമുണ്ട്. അതായത് ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ്. 2025 ഓഗസ്റ്റ് 31 വരെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യാപക നിയമനം നേടിയവരിൽ നെറ്റ്, സെറ്റ്, MPhil, PhD തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ശമ്പള സ്കെയിലിൽ താൽക്കാലിക അംഗീകാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടണമെന്ന വ്യവസ്ഥയോടെയാകും അംഗീകാരം. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് കൂടി നേടണം. അപ്പോൾ അപ്പം അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ചൊക്കെ നിയമോപദേശം തേടിയ ശേഷം തീരുമാനമെടുക്കുമെന്നാണ് മനോരമയിൽ പറയുന്നത്.
പെട്ടെന്ന് വായിച്ചു പോകാം. ഭക്ഷണം കഴിച്ച് മടങ്ങവേ 2 പേരുടെ മരണം. അതേ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച 2 പേർക്ക് കൂടി ഭക്ഷ്യവിഷബാധ. ആശങ്കയാണല്ലോ KP ആ വാർത്ത. അപ്പം നഗരത്തിൽ നിന്ന് മീൻകറി വാങ്ങി പാചകം ചെയ്ത് കഴിച്ച 3 പേരും ചികിത്സ തേടി. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ രീതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഈ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിയിട്ട് പോയി കറി വെച്ചവർക്കും ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധനയും നടത്തുന്നുണ്ട്. ഈ പരിശോധന KP ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശോധന 1-2 ദിവസം കഴിയുമ്പോൾ പരിശോധനയ്ക്ക് വിമുഖത കാണിച്ചതേ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാ. അപ്പോ ഈ ഹോട്ടലുകളിൽ മാത്രമല്ല മാർക്കറ്റുകളിലും എല്ലായിടത്തും പരിശോധന നടത്തും. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പരിശോധന ഒരു തത്തിക്ക് നടക്കും, പക്ഷേ നിങ്ങൾ അതിലേക്കൊന്നും പോകണ്ട, അതിനെയൊന്നും വിശ്വസിച്ചിരിക്കേണ്ട. അവനവൻ്റെ ആരോഗ്യം അവനവൻ നോക്കിയാൽ നന്നായിട്ട് പോകാനാണ്. തൽക്കാലം പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ ഒന്ന് ഒഴിവാക്കുക, വീട്ടിൽ തന്നെ മാക്സിമം വെച്ചൊഴിക്കുക, കുറച്ച് നാൾ പച്ചക്കറിയിലേക്കൊക്കെ ഒന്ന് ഒതുങ്ങുക. കാരണം തലസ്ഥാനത്ത് അല്പം ആശങ്കയുണ്ട്. ഒരുപാട് പേര് ഇത്തരത്തിൽ ചികിത്സ തേടി മാർക്കറ്റിൽ നിന്ന് വാങ്ങി പാചകം ചെയ്ത മീൻകറിയിലും പ്രശ്നമുണ്ട്. KP പ്രത്യേകിച്ച് ഡയറ്റ് കഴിഞ്ഞ ദിവസമൊക്കെ അശ്വതി പുറത്തുനിന്ന് കഴിച്ചതോ മീൻകറി വൈകിട്ട്? അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ മീൻകറിയാണ്. ഹോട്ടലിൽ കഴിച്ചല്ലേ? അല്ല, ഇത് ഒരു കാര്യമായ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. ഇത് വീക്ഷണമാണ് KP. ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം പുറത്ത്. സർവേ ലക്ഷ്യമിട്ടത് തുടർ ഭരണം. കഴിഞ്ഞ ദിവസം നമ്മുടെ സൈബർ സഖാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഡിയോ ഒക്കെ നന്നായിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പം ഇതിലും കൂടി ഒരു സുരക്ഷ കാണിക്കണം. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ ആ ഓഡിയോ എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞു. സർവേ ലക്ഷ്യമിട്ടത് തുടർഭരണത്തിന് വേണ്ടിയായിരുന്നു സർക്കാർ ഖജനാവിൽ നിന്നും പാർട്ടി പരിപാടിക്കായി തുക ചെലവഴിച്ചതെന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് പറയാനുള്ളത്? എന്താണ് സർക്കാരിന്റെ നിലപാട്? അതെ, പാർട്ടി സെക്രട്ടറിയുടെ കത്തിന് പിന്നാലെ സർവേക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്നതിന് വീണ്ടും തെളിവ്. CPM സംസ്ഥാന കമ്മിറ്റിയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ഇത്തരമൊരു സർവേ നടത്താൻ പണം ചിലവഴിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നിർദ്ദേശം നൽകിയത്. അതിന് കൈകൊടുത്തത് MV ഗോവിന്ദൻ. CPM സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടുന്ന ഏറ്റവും പുതിയ വിവരമാണ് വരുന്നത്. MV ഗോവിന്ദന്റെ കത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഡിയോ സന്ദേശം. അപ്പോൾ ഇതിലിനി ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല, കാരണം ചെളിയായി കഴിഞ്ഞു. സർവേ നടത്താനുള്ള പാർട്ടിക്കാരെ ഉടൻ കണ്ടെത്തണമെന്ന് ജില്ലാ കമ്മിറ്റികൾക്കൊക്കെ നിർദ്ദേശം നൽകി. KP ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ ഖജനാവിൽ നിന്നും എങ്ങനെയാണ് ഇത്തരത്തിൽ പാർട്ടി പരിപാടികൾക്ക് അല്ലെങ്കിൽ തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സർവേക്കൊക്കെ അനുമതി നൽകാനാകുക? കോടതിയുടെ വിമർശനങ്ങളും ഇങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും. അടുത്ത പത്രം ഞാൻ തന്നെയാണല്ലോ KP. ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ പെട്ടെന്ന് വായിച്ചു പോകാം കേട്ടോ. ടൈംസ് ഓഫ് ഇന്ത്യ വിശദമായിട്ട് പറഞ്ഞാൽ സമയം കളയാൻ പറ്റത്തില്ല. യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് ബാക്ക് ഏർലി ട്രേഡ് പാക്ട്. AI കോർപ്പറേഷൻ ഇൻ മീറ്റിംഗ്സ് വിത്ത് മോദി അത് തന്നെയാണ്. ഈ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായിട്ടുള്ള ആ ഒരു വലിയ കരാറിന് ശേഷം മോദി നേരെ പോയത് ഉഭയകക്ഷി ചർച്ച നടത്താൻ ഫിൻലൻഡ്, എസ്റ്റോണിയ, ക്രൊയേഷ്യ, സെർബിയ ആയിട്ടൊക്കെ ഉഭയകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തും. This is the largest ever presence of European countries at a technology-based event in India, according to the official sources. അതായത് ഇന്ത്യയിൽ വെച്ച് നടത്തുന്ന ഏറ്റവും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ വരുന്ന ഏറ്റവും വലിയ പരിപാടിയാണ്. ഒരു ഉഭയകക്ഷി ചർച്ചയാണ്. ഒരുപാട് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ, ടെക്നോളജി, നവീകരണം, സുരക്ഷ, പ്രതിരോധം, ഇതൊക്കെയാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമായും ചർച്ചയായത്. ഇതൊക്കെ നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിട്ടുള്ള അഭിമാനമാണ്. നമുക്കെല്ലാം അവസരങ്ങളുടെ വാതായനങ്ങളാണ് ഈ ഓരോ ചർച്ചയും തുറന്നിടുന്നത്. ഒപ്പം മറ്റൊരു ചെറിയ ഹെഡ് കൂടി വായിച്ചോട്ടെ. നേഷൻസ് മേ എൻഡ് അപ്പ് വിക്ടിംസ് ഓഫ് US ചൈന മോണോപ്പൊളി. അതായത് ഒരു കർശന മുന്നറിയിപ്പാണ് നൽകുന്നത്. വേറെ ആരുമല്ല, AI-യുടെ ഗോഡ് ഫാദറുകളിൽ ഒരാളായ യോഷ്വ ബെഞ്ചിയോ ആണ് ആ മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഈ AI ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ചൈനയും അമേരിക്കയുമാണ്. പക്ഷേ ഈ AI മേഖലയിൽ അമേരിക്കയുടെയും ചൈനയുടെയും കുത്തക അവസാനിപ്പിക്കണം. കാരണം അവിടെ ഒരു സമത്വം നഷ്ടപ്പെടും. ഈ സാമ്പത്തികവും സൈനികവുമായ അസമത്വങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഈ 2 രാജ്യങ്ങളുടെ AI-യിലെ കുത്തക കാരണമാകുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളിലും ഒരേ രീതിയിൽ AI വികസിപ്പിക്കണം എന്നൊരു ആശയമാണ് യോഷ്വ ബെഞ്ചിയോ, അതായത് വൺ ഓഫ് ദി ഗോഡ് ഫാദർ ഓഫ് AI അദ്ദേഹം പറഞ്ഞു. KP അടുത്തത് KPയുടെ ഊഴാണ്. നമുക്ക് മാതൃഭൂമി നോക്കാം. അടുത്തത് മാതൃഭൂമിയിലും മെയിൻ ഹെഡിങ് ആയിട്ടുള്ളത് ബാറിന്റെ പേരിൽ വീണ്ടും പോരി എന്ന് തന്നെയാണ്. ബാറടി സമയം അനുമതിക്ക് വേണ്ടി വന്നത് വെറും 49.5 മണിക്കൂർ. അതായത് നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. എന്തുകൊണ്ട് ആ വേഗത്തിലാക്കി എന്നത് ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഈ ബാർ ഉടമകളുമായിട്ടുള്ള ഒരു
ഒത്തുതീർപ്പ്, ആ രീതിയിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്ന ഒരു സർക്കാർ. അവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മദ്യവർജനം മുഖമുദ്ര എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിച്ച സർക്കാരാണ് ഇപ്പോൾ. അധികാരത്തിലേറിയപ്പോൾ ആദ്യം ഇവിടുത്തെ സ്ത്രീകൾക്ക് നല്ല ഉറപ്പ് എന്താണെന്നറിയാവോ? അതെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒന്നും ഇനി കുടിച്ചിട്ട് വരില്ല, അതായത് മദ്യവർജനം ഉറപ്പാക്കും. പക്ഷേ അതേ പ്രഖ്യാപനം നടത്തി അപ്പുറത്ത് പോയി പുതിയ ബാറിന് തറക്കല്ല് വിടും. ഇപ്പോൾ സമയവും കൂട്ടി നൽകുന്നു. ഈ സമയം കൂട്ടി നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ്. അതായത് കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ബാർ അസോസിയേഷൻകാർ സർക്കാരിന്റെ പിറകെ നടക്കുന്നുണ്ട് ഈ ഒരു ആവശ്യമായിട്ട്. പക്ഷെ ഇതുവരെ അംഗീകരിച്ചില്ല. ഇപ്പോൾ അംഗീകരിക്കുന്നതിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അല്ല, ഇനി ബാറുകാരെങ്കിലും കൂടെ ഉണ്ടാവട്ടെ. മറ്റൊരു വാർത്ത, അധ്യാപകർക്ക് നല്ല സമയം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഭിന്നശേഷി സംവരണ നിയമനത്തിൽ പിടിവാശി ഉപേക്ഷിച്ച് സർക്കാർ. കേട്ടറ്റ് ഇല്ലാത്തവർക്കും താൽക്കാലിക അംഗീകാരം. അശ്വരി നേരത്തെ പറഞ്ഞ വാർത്ത തന്നെയാണ് മാതൃഭൂമിയും പ്രധാന വാർത്തകളിൽ ഒന്നായി നൽകിയിരിക്കുന്നത്. ഒപ്പം ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട വാർത്ത ഈ പറഞ്ഞതുപോലെ തന്നെ ബാറുകാരുടെ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ 7ാമത്തെ പേജിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ പഴയ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നത്. അരമണിക്കൂർ കുറച്ചു തുടക്കം, 2 മണിക്കൂർ കൂട്ടി പടിയിറക്കം. അല്ലേ? പടിയിറങ്ങുമ്പോഴും ബാർ ഉടമകളുമായിട്ടുള്ള ഒരു സന്ധി. അതിൽ കൃത്യമായ രാഷ്ട്രീയം മാത്രമല്ല പണം എല്ലാം ഉണ്ട് എന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നവകേരളം സർവേ പിന്നിൽ തുടർ ഭരണ ലക്ഷ്യം, മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്ത് എന്ന വാർത്തയും മാതൃഭൂമി വിശദമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ നോക്കാം. അതായത് ഇനി കൗമുദിയാണ് വായിക്കാനുള്ളത്. അതായത് ഡോക്ടർ സമരത്തോട് മുഖം തിരിച്ച് സർക്കാർ, പാവം രോഗികൾ എന്ത് പിഴച്ചു? അതാണ് ചോദ്യം. അധികം ഇതിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല, കാരണം നമ്മൾ രാവിലെ മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഡോക്ടർമാരുടെ സമരത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ്, രോഗികളുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചിരിക്കുകയാണ് സർക്കാർ. ആ രോഗികളുടെ അവസ്ഥയെ പറ്റിയാണ് KS അരവിന്ദ് തയ്യാറാക്കിയ ഫ്രണ്ട് പേജിലെ ആ റിപ്പോർട്ട്. എല്ലാവരും അത് വായിക്കണം. അതായത് ശമ്പള പരിഷ്കരണത്തിലെ 57 മാസത്തെ കുടിശ്ശികയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർമാർ തെരുവിലിറങ്ങുന്നത്. ഡോക്ടർമാർ തെരുവിലിറങ്ങുമ്പോൾ അവിടെ പ്രതിസന്ധിയിലാകുന്നത് രോഗികളാണ്. അപ്പോൾ ഈ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് 400 കോടി വേണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ഈ നിയമോപദേശത്തിലും നെല്ലപ്പോക്കാണ്. എന്തായാലും പല ഡോക്ടർമാരും സ്വയം വിരമിക്കലിനൊക്കെ നീക്കത്തിലേക്ക് കടക്കുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജുകളിൽ ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളില്ല. അങ്ങനത്തെ ഒരു വാർത്തയാണ് കൗമുദിയിൽ പറയുന്നത്. KP മംഗളമൊന്ന് ഒടിച്ചു വായിച്ചു നോക്കിയാൽ ജസ്റ്റ് ഒന്ന് പറയട്ടെ. സന്തോഷ് ട്രോഫി കോച്ചിന് ലീവില്ല, ശമ്പളവുമില്ല. എല്ലാ മേഖലയിലും ഇത് തന്നെയാണ്. ഇത് കൗമുദി സ്പെഷ്യലാണ്. ടൈറ്റാനിയത്തിലും കേരളത്തിലും ഫുട്ബോൾ കളിച്ച കോച്ചാണ്, അദ്ദേഹത്തിനെയാണ് അപമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പത്രം തുറന്നാൽ നമ്മൾ മാത്രമല്ല, എല്ലാ പത്രത്തിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ, നവകേരള സർവേ അയ്യപ്പ സംഗമം PR ധൂർത്ത് 15 കോടി രൂപ എന്ന രീതിയിലുള്ള വാർത്ത തന്നെയാണ് മെയിൻ ഹെഡിങ് ആയി കൊടുത്തിരിക്കുന്നത്. അശ്വരി പറഞ്ഞ പോലെ തന്നെയാണ്, ഏത് പത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും സർക്കാരിൻ്റെ പിടിപ്പുകേടും സർക്കാരിൻ്റെ വഞ്ചനയും സർക്കാർ നടത്തുന്ന തട്ടിപ്പുകൾക്കുള്ള കൂട്ടുമാണ് പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്.